ശരനൂൽ. രാജേഷേ, ശരനൂൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. അത് ഇടാപിംഗള നാഡികളിൽ കൂടെ ഈ ശ്വാസോച്ഛ്വാസത്തിനെ നിർത്തുന്ന ഒരു പ്രക്രിയ. അത് സാക്ഷാൽ മഹാദേവൻ പാർവ്വതീദേവിക്ക് കൊടുത്തതും പാർവ്വതീദേവി ബാക്കി 18 സിദ്ധന്മാർക്ക് കൊടുത്തതും എന്നുള്ളതാണ്. പക്ഷേ ആ സിദ്ധന്മാരിൽ ഡയറക്റ്റ് കൊടുത്ത ഗുരുക്കന്മാർ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ശരനൂൽ പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ 5 വർഷത്തെ കോഴ്സും 10 വർഷത്തെ കോഴ്സും എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ ശരനൂൽ എത്ര വർഷം കൊണ്ട് പഠിക്കാൻ പറ്റും? ശരനൂൽ പഠിച്ചാലുള്ള ഉപയോഗം എന്താണ്? ഒന്ന് പറയാമോ? ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ്. ഓക്കെ. എല്ലാം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളിൽ പെടുന്നതാണ് ശരനൂല്. ഓക്കെ. വാശിയോഗം എന്ന് തമിഴിൽ പറയും. അത് തന്നെ ശിവരാജയോഗം എന്നുള്ള പേരിലുള്ളതും ഇതേ ശരനൂല് തന്നെയാണ്. അതിന്റെ പേരുകൾക്കും സംജ്ഞകൾക്കും മാത്രമേ മാറ്റമുള്ളൂ. ബാക്കി എല്ലാ പദ്ധതിയും സെയിം തന്നെയാണ്. ഇപ്പം സാധാരണ ഒരുപാട് കാര്യങ്ങൾ പറയാം. ബേസിക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. കാരണം ഈ ശരനൂലുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എനിക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ചിട്ടുള്ള രഹസ്യങ്ങൾ പുറത്തു പറയാൻ നിവൃത്തിയില്ല. ശരി. പക്ഷേ ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം, 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശരി. അതായത് 26,100 ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ ഒരു ദിവസമായിട്ട് കണക്കാക്കും. അത് ആദ്യം മനസ്സിലാക്കണം. അതായത് സൂര്യൻ ഉദിച്ചോ അസ്തമിച്ചോ എന്നുള്ളത് ഈ ദേഹത്തിന് അല്ലെങ്കിൽ ഈ പിണ്ടാണ്ടത്തിന് അറിയില്ല, നിർബന്ധമില്ല, അല്ലെങ്കിൽ അതൊരു വ്യവസ്ഥയല്ല. 26,100 ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ ഒരു ദിവസം. അങ്ങനത്തെ 120 വർഷം ദിവസങ്ങൾ ചേരുന്ന 120 വർഷമാണ് ഒരു ശരീരത്തിൻ്റെ ആയുസ്. ഓക്കെ. അപ്പോൾ ആളുകൾ ചോദിക്കും, വണ്ടി അസുഖം വന്ന് മരിക്കുന്നില്ലേ, വണ്ടി എടുത്തിട്ട് ഉണ്ട്. അപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ഭൗതിക ശരീരം നഷ്ടപ്പെടും, സൂക്ഷ്മ ശരീരം അവിടെ നിലനിൽക്കും. അതായത് അന്നമയ കോശം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹസാഡസാണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ വരാം. പക്ഷെ പ്രാണമയ ശരീരം അങ്ങനെയല്ല, മനോന്മയ ശരീരം അങ്ങനെയല്ല. വിജ്ഞാനമയ ശരീരവും ആനന്ദമയ ശരീരവും അതിനപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് അവനവൻ്റെ അന്നമയ ശരീരം പോലെ തന്നെ അവനവൻ്റെ പ്രാണമയ ശരീരത്തെയോ ആനന്ദമയ ശരീരത്തെയോ ആക്സസ് ചെയ്യാൻ സാധിച്ചാൽ അയാൾ പൂർണ്ണനായിട്ടുള്ളൊരു യോഗിയാണ്, ജീവൻ മുക്തനാണ്. ഓക്കെ. അങ്ങനെയുള്ളവരാണ് അവനവൻ്റെ ശരീരം നിന്ന നിൽപ്പിൽ ഇല്ലാണ്ടാക്കുന്നതും പുതിയൊരു ശരീരത്തെ ഉണ്ടാക്കുന്നതും നമ്മൾ ശിവപ്രഭാകര സിദ്ധയോഗികളെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ സോഹം ഹംസ എന്നുള്ള ശബ്ദത്തിലാണ് പ്രാണന്റെ സഞ്ചാരം. അതിൻ്റെ അർത്ഥം ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മം ഞാനാണെന്നാണ്. ആ സോഹം ഹംസ ജപം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞും അറിയാതെയും ജപിക്കുന്ന ഗായത്രിയാണ് സോഹഹംസ ജപങ്ങൾ. അതുകൊണ്ട് തന്നെ അജപ ഗായത്രി എന്നാണ് ഈ മന്ത്രത്തിന് പറയുന്ന പേര്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സോഹഹംസ ജപങ്ങൾ നമുക്ക് ചെവിയിൽ കേൾക്കാം. അപ്പോൾ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, മനസ്സിലാക്കണം. ഇനി സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യന് ബലമുള്ളപ്പോഴും ചന്ദ്രന് ബലമുള്ളപ്പോഴും ഒക്കെ എടുക്കുന്ന ശ്വാസത്തിന് വ്യത്യാസമുണ്ട്. ഈ ശ്വാസം ഉള്ളിൽ നമ്മൾ, അതായത് വലത് ശരം നിൽക്കുന്ന സമയം, അതായത് നമ്മുടെ വലത് മൂക്കിൽ പ്രാണൻ കൂടുതൽ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അത് സൂര്യനുമായി ബന്ധപ്പെട്ടാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ടത് ഇടത് മൂക്കിൽ നിൽക്കുന്നതാണ്. 2 മൂക്കിലും തുല്യമായി വരുമ്പോൾ ഉഭയം എന്ന് പറയും. ശ്വാസത്തിൻ്റെ ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആളുകൾ ടെൻസ്ഡ് ആകുമ്പോൾ ശ്വാസക്രമം കൂടുന്നതും ഒക്കെ. അപ്പം 2 മൂക്കിലും തുല്യമായ ഉഭയത്തിലാണ് ശരം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം യോഗാവസ്ഥയെ പ്രാപിക്കാം. അത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. 2 മൂക്കിലും കുറേ നേരം ശരം ഉഭയത്തിൽ നിൽക്കുകയാണെങ്കിൽ വിചാരിച്ചോണം അയാൾ മരിക്കുകയാണ്, അല്ലെ അയാൾ സമാധി പോകും. പറഞ്ഞത് മനസ്സിലായി. വലത് മൂക്കിൽ ശരം വരികയാണെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം സൂര്യൻ, പുരുഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഇത് ഫിസിക്കലായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരുപാട് വസ്തുതകളുണ്ട് ഇതിനകത്ത്. ചന്ദ്രൻ, സ്ത്രീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇടത് ശരത്തിനും പറയും. ഉഭയത്തിന് അഗ്നി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പം 2 മൂക്കിലും തുല്യമായിട്ട് ശരം നിൽക്കുന്ന സമയം അഗ്നി ഉണരുന്ന സമയമാണ്. നമ്മുടെ പദ്ധതികളെല്ലാം തന്നെയും അഗ്നിയെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഹോമങ്ങളാണെങ്കിലും അഗ്നിമുഖമാണ്, അനുഷ്ഠാനങ്ങൾ ഉപാസനയും അഗ്നിമുഖമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം അഗ്നിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആ അഗ്നി ജ്ഞാനമാകുന്ന അഗ്നിയാണ്, അത് ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിയാണ്. അപ്പം അഗ്നി പ്രപഞ്ചത്തിൽ ഉണരുന്ന സമയം അവനവൻ്റെ ശരീരത്തിൽ അഗ്നി ഉണരും. ആ അഗ്നി ഉണർന്ന സമയമാണ് നമ്മുടെ അഗ്നിയെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യേണ്ട അനുഷ്ഠാനം ചെയ്യേണ്ട സമയം. ഇതാണ് ശരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി
ഓരോ ദിവസവും ഓരോ പക്കവും ഓരോ നക്ഷത്രവും അനുസരിച്ച് ശരം മാറിക്കൊണ്ടേയിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാവാം. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ശരം എപ്പോഴൊക്കെയാണ് ഇടതും വലതും മാറി മാറി വരുന്നതെന്ന് അവനവൻ തന്നെ ശ്രദ്ധിക്കണം. ശരം ഉഭയത്തിൽ വരുന്ന സമയവും അവനവൻ മനസ്സിലാക്കണം. ശരം എപ്പോൾ ഉഭയത്തിൽ വരുന്നോ ആ സമയം സാധനയ്ക്ക് യോഗ്യം. അതാണ് സന്ധ്യ. ചുരുക്കി പറഞ്ഞാൽ ഉഭയത്തിലേക്ക് ശരത്തെ നിർത്താൻ അറിയാവുന്ന ആൾക്ക് സന്ധ്യാവന്ദനം പ്രസക്തിയില്ല. എപ്പോഴും സന്ധ്യയാണ്. അതുകൊണ്ടാണ് കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിനോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് സന്ധ്യാവന്ദനം കഴിക്കാതെ? ഹൃദാകാശേ ചിതാകാശേ തഥാഭാതി നിരന്തരം ഉദയാസ്തമനം നാസ്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ശ്ലോകം ചൊല്ലി. അതായത് എപ്പോഴും ഉദിച്ചു നിൽക്കുകയാണ്, ഉദയവുമില്ല അസ്തമയമില്ല, സന്ധ്യയുമില്ല. അപ്പൊ എന്ത് സന്ധ്യാവന്ദനം കഴിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഉഭയശരത്തിലേക്ക് നിർത്താൻ പറ്റിയ ആളുകൾക്ക് അവരുടെ മനസ്സിനെ അടക്കാൻ പറ്റും. അതായത് ശരത്തിന്റെ വേഗത അനുസരിച്ച് മനസ്സ് അടങ്ങി വരും. വീണ്ടും ആദ്യം ഞാൻ പറഞ്ഞ 26,100 ശ്വാസക്രമം ഒരാൾ ഉച്ചയോടുകൂടി അയാളുടെ ശ്വാസം തീർന്നു എന്ന് വയ്ക്കുക. എന്നുവെച്ചാൽ 26,100 എടുത്ത് തീർത്താൽ അയാളുടെ ഒരു ദിവസം ഉച്ചയോടുകൂടി തീർന്നു കഴിഞ്ഞു. പിന്നെ അയാൾ അടുത്ത ദിവസത്തിലേക്ക് കടന്നു. ഒരാളത് 3 ദിവസം കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ അയാളുടെ ഒരു ദിവസം 3 ദിവസമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പം ആയുസ് വർദ്ധിക്കും. ആയുസ് അതിനനുസരിച്ച് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ശ്വാസത്തിന്റെ ഗതി വളരെ സ്ലോലി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അതിനാണ് പ്രാണായാമം ശീലിക്കുന്നത്. പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ആയുസ് പോലും, എല്ലാവരും പറയും ആയുസ് വിധിച്ചതാണ് അതനുസരിച്ച് വരും. ഇല്ല, വിധിച്ചതല്ല. നിങ്ങൾക്ക് ആയുസിനെ നല്ല എന്തിനേയും അനുഷ്ഠാനം കൊണ്ട് മറികടക്കാം. അനുഷ്ഠാനം കൊണ്ട് ആയുസിനെ മറികടക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ മാർക്കണ്ഡേയന്റെ കഥ ഉണ്ടാവില്ല. ശരിയാണ്. 18 വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ മാർക്കണ്ഡേയൻ പഞ്ചാക്ഷര ജപം കൊണ്ടാണ് മറികടക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മന്ത്രം ഉപദേശം മേടിച്ചിട്ട് ജപിക്കുകയായിരുന്നു. അച്ഛനറിയാം ഇത് 5 വർഷം ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രസിദ്ധനാണ്, ഇവനെ പിന്നെ തൊടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അപ്പോൾ മാർക്കണ്ഡേയന്റെ കഥ പോലും അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ അനുഷ്ഠാനം കൊണ്ട് എന്തെല്ലാം മാർക്ക് പോയിരിക്കുന്നു. നമ്മൾ ഒരാളുടെ ജാതകം പരിശോധിച്ചാൽ, ഒരു അനുഷ്ഠാനം ഉള്ള ആളുടെ ജാതകവും അനുഷ്ഠാനം ഇല്ലാത്ത ആളുടെ ജാതകവും കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. ഈ ജാതകം അയാൾക്ക് ഒരു തരത്തിലും ബാധിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ഇതെല്ലാം അനുഷ്ഠാനം കൊണ്ട് മാറുന്നതാണ്. അപ്പം ശരമെന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ്. ശരയോഗം ശീലിക്കാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും പല സാധകരും പല സ്ഥലത്തും ഇന്ന് ആദ്യമായി കേൾക്കുന്നുണ്ടോ. അത്ര രഹസ്യമാണ് ശരയോഗ വിദ്യ. ഇനി അങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ശരം എനിക്ക് നിയന്ത്രിക്കാൻ അറിയാമെങ്കിൽ ഇപ്പം എൻ്റെ ശരം എനിക്ക് എങ്ങനെ ഇടത്ത് നിൽക്കുന്ന ശരത്തെ വലത്തേക്കാക്കാനും വലത് നിൽക്കുന്ന ശരത്തെ എനിക്ക് ഇടത്തേക്കാക്കാനും ഉഭയത്തിലേക്ക് കൊണ്ടുവരാനും എപ്പോൾ സാധിക്കും. ഇത് ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് അങ്ങയുടെ ശരവും നിയന്ത്രിക്കാം. അങ്ങയുടെ ശരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ എനിക്ക് അങ്ങയെ നിയന്ത്രിക്കാം. ശരിയാ. എനിക്ക് എൻ്റെ ശരത്തെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ ശരത്തെ നിയന്ത്രിക്കാനും പറ്റിയാൽ പക്ഷിമൃഗാദികൾ ഉൾപ്പെടെയുള്ളവരെ എനിക്ക് നിയന്ത്രിക്കാം. ശരിയാ. അപ്പോൾ യോഗികൾ ചെയ്തിരുന്നു വിദ്യ അതായിരുന്നു. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാരായണഗുരുസ്വാമിയൊക്കെ തപസ് ചെയ്ത മലയിൽ ചെല്ലുമ്പോൾ പുലി മടിയിൽ തലവെച്ച് കിടന്നതായിട്ട് കണ്ട ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അതിനെ എഴുന്നേപ്പിച്ച് വിട്ടു. അപ്പോൾ ആ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ ശരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ ശരനൂൽ പഠിക്കാൻ അധിക സമയം എടുക്കുന്നൊരു സംഭവമാണോ? ശരനൂൽ പഠിക്കാൻ പറഞ്ഞു തരുന്ന തിയറിയൊക്കെ നിമിഷ നേരം കൊണ്ട് പറയാം. തിയറി ഇപ്പം നമുക്ക് നോക്കിയാൽ എന്താ പറയുന്നത്, ഈ പുസ്തകമുണ്ട് നമ്മുടെ തിരുമൂലരുടെ ഗ്രന്ഥമുണ്ട് ശരത്തെ പറ്റി പറയുന്നത്. ആ പുസ്തകം വലിയ പുസ്തകമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. അത് നമുക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റുമായിരിക്കും പ്രാക്ടിക്കലി. പക്ഷെ പ്രാക്ടിക്കലി നമ്മളത് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കാലത്തെ സാധനയുടെ ഇത് വേണം. ഇപ്പം ശരനൂല് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർ വിചാരിക്കുന്ന നിമിഷങ്ങളിൽ പലതും സാധിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു ഗുരുയോഗിയായി തീർന്ന് ശരത്തിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം എല്ലാം കൊണ്ടുവന്ന് ഒക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ മഹാദേവൻ തന്നെയാണ്. ശരി, സന്തോഷം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ യോഗ്യതയുള്ളവർക്ക് ശരനൂൽ പഠിക്കാൻ പറ്റട്ടെ. ശരനൂൽ പഠിച്ചിട്ട് അത് പ്രകൃതിക്കും ബാക്കിയുള്ളവർക്കും ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കാൻ നടക്കട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.